ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഇന്ന് 13-ാം ദിവസത്തെ വായന നമ്മൾ ആരംഭിക്കുകയാണ്. ഖരദൂഷണ ത്രിശിരാക്കൾ രാമനോട് എതിരിട്ടെങ്കിലും അവർക്ക് വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാമൻ്റെ ബാഹുപരാക്രമത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഖരനോടുള്ള ഈ ഒരു ഏറ്റുമുട്ടൽ. അങ്ങനെ ശൂർപ്പണഖയുടെ സഹോദരൻ കാലപുരി പോവുകയാണ്. ശൂർപ്പണഖ വിലപിച്ചുകൊണ്ട് ജ്യേഷ്ഠനായ രാവണൻ്റെ സമീപത്തേക്ക് പോകുന്ന കാഴ്ചയാണ് 13-ാം ദിവസം നമ്മൾ കാണുന്നത്. രാവണ ഭഗിനിയും രോദനം ചെയ്തു പിന്നെ രാവണനോടു പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ. സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണഖയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൾ. മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനു മുര ചെയ്താൻ. എന്തിതു വത്സേ ചൊല്ലിയിടെന്നോടു പരമാർത്ഥം, ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ. ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ. സത്യം ചൊല്ലെന്ന നേരം അവളും ഉര ചെയ്താൾ. എത്രയും മൂഢൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ. ശൂർപ്പണഖയ്ക്ക് സഹോദരനായ രാവണനെ കുറിച്ചുള്ള അഭിപ്രായം വ്യക്തമായല്ലോ. സ്ത്രീജിതൻ അതിഷഠൻ എന്തറിഞ്ഞിരിക്കുന്നു, രാജാവെന്നതു എന്തുകൊണ്ടു ചൊല്ലുന്നു നിന്നെ വൃഥാ. ചാരചക്ഷുസ്സും വിചാരവുമില്ലേതും, നിത്യം നാരീസേവയും ചെയ്തു കിടന്നീടെല്ലായ്പ്പോഴും. കേട്ടതില്ലയോ ഖരദൂഷണ ത്രിശിരാക്കൾ കൂട്ടമേ, 14,000 മുടിഞ്ഞതും. പ്രഹരാർദ്ധേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ. എന്തൊരു കഷ്ടമോർത്താൽ എന്നതു കേട്ടു ചോദിച്ചിടിനാൻ ദശാനനൻ. എന്നോടു ചൊല്ലിയിടേവൻ രാമനാകുന്നതെന്നും, എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നുമെന്നാൽ അന്തകൻ തനിക്കു നൽകിയിടുവനവനെ ഞാൻ. സോദരി ചൊന്നാളതു കേട്ടു രാവണനോടു, യാതുധാനാധിപതേ കേട്ടാലും പരമാർത്ഥം. അങ്ങനെ വളരെ വിസ്തരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ പോവുകയാണ് ശൂർപ്പണഖ. ഞാനൊരു ദിനം ജനസ്ഥാന ദേശത്തിങ്കൽ നിന്നാനന്ദം പൂണ്ടു താനേ സഞ്ചരിച്ചിടും കാലം, കാനനത്തൂടെ ചെന്നു ഗൗതമീ തടം പുക്കേൻ. സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം, ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേൻ. ജഗദാശ്രയഭൂതൻ ജടാവൽക്കലങ്ങളും പൂണ്ടു, ചാപബാണങ്ങളോടും എത്രയും തേജസ്സോടും താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും. അങ്ങനെ ശൂർപ്പണഖ തന്നെ രാമനെ വർണ്ണിക്കുന്നു. നോക്കൂ, തൻ്റെ സഹോദരനായ രാവണനെക്കുറിച്ചും രാമനെക്കുറിച്ചുള്ള ശൂർപ്പണഖയുടെ അഭിപ്രായം രാമായണം വളരെ നന്നായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. താപസവേഷത്തോടും ധർമ്മതാരങ്ങളോടും സോദരനായിടുന്ന ലക്ഷ്മണനോടും കൂടി സാദരമിരിക്കുമ്പോൾ അടുത്തു ചെന്നു ഞാനും. ശ്രീരാമോത്സംഗേ വാഴും
ഭാമിനി തന്നെ കണ്ടാൽ നാരികളൗവണ്ണം മറ്റില്ലല്ലോ ലോകത്തിങ്കൽ. ദേവഗന്ധർവനാഗ മാനുഷ നാരിമാരിലേവം കാൺമാനുമില്ല കേൾപ്പാനുമില്ല നൂനം. ഇന്ദിരാദേവിതാനും ഗൗരിയും വാണിമാതും ഇന്ദ്രാണിതാനും മറ്റുള്ള അപ്സര സ്ത്രീവർഗവും നാണം പൂണ്ടൊളിച്ചീടും അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കനും ദേവതയവളല്ലോ. രാവണന്റെ മനസ്സിൽ കാമത്തിന്റെ വിത്ത് വിതച്ചു കൊടുക്കുകയാണ് ശൂർപ്പണഖ. കാരണം രാവണനെ ആ വഴിക്ക് കൊണ്ടുവരാൻ മറ്റൊരു ഉപായമില്ല. തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്നു കൽപ്പിക്കാം, വികൽപ്പമില്ലൽപ്പവും ഇതിനിപ്പോൾ. തൊൽപത്നിയാക്കിയിടുവാൻ തക്കവൾ അവൾ ഇന്നു കൽപ്പിച്ചുകൊണ്ടിങ്ങു പോന്നിടുവാനൊരുമ്പെട്ടേൻ. രാവണ, നിനക്ക് വേണ്ടി ആ സീതയെ കൊണ്ടുവരാൻ ഞാനൊരു ശ്രമം നടത്തി, അത്രയേ ഉള്ളൂ. മൽക്കുചനാസാകർണച്ഛേദനം ചെയ്താനപ്പോൾ ലക്ഷ്മണൻ കോപത്തോടെ രാഘവ നിയോഗത്താൽ. ജ്യേഷ്ഠന്റെ നിർദ്ദേശപ്രകാരം അനുജൻ എന്നെ വിരൂപയാക്കി തീർത്തു. വൃത്താന്തം ഖരനോടു ചെന്നു ഞാൻ അറിയിച്ചേൻ, യുദ്ധാർത്ഥം നക്തഞ്ചരാ നീകിനിയോടും അവൻ. രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം, നാഴിക 3:45 കൊണ്ടവനൊടുക്കിനാൻ. ഭസ്മമാക്കിയിടും പിണങ്ങിടുകിൽ വിശ്വം ക്ഷണാൽ, വിസ്മയം രാമനുടെ വിക്രമം വിചാരിച്ചാൽ. കന്നൽ നേർമിഴിയാളാം ജാനകീദേവി ഇപ്പോൾ നിന്നുടെ ഭാര്യയാകിൽ ജന്മസാഫല്യം വരും. ത്വൽസാകാശത്തിങ്കലാക്കിയിടുവാൻ തക്കവണ്ണമുത്സാഹം ചെയ്തിടുകിലെത്രയും നന്നു ഭവാൻ. തൽസാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്ക കൊണ്ടുണ്ടാകുന്നു ദേവാരാതേ. രാമനോടേറ്റാൽ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ, കാമവൈരിക്കും നേരെ നിൽക്കരുതെതിർക്കുമ്പോൾ. മോഹിപ്പിച്ചൊരു ജാതി മായയാ ബാലന്മാരെ, മോഹനഗാത്രി തന്നെ കൊണ്ടുപോരികേയുള്ളൂ. സോദരീ വചനങ്ങളിങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു തൂർണം. തന്നെ മണിയറ തന്നിലങ്ങകമ്പുക്കാൻ വന്നതില്ലേതും നിദ്ര ചിന്തയുണ്ടാകമൂലം. അങ്ങനെ ശൂർപ്പണഖയുടെ ഈ സൂത്രം ഫലിക്കുകയാണ്. രാവണന്റെ മനസ്സിൽ സീത കയറിക്കൂടുകയാണ്. ഏതു വിധേനയും സീതയെ തൻ്റെ അന്തഃപുരത്തിൽ എത്തിക്കണം എന്ന് രാവണൻ തീരുമാനിക്കുന്നു. അതിനുള്ള ഉപായം ആലോചിക്കുകയാണ്. ഒടുവിൽ എത്തിച്ചേരുന്നത് മാരീചന്റെ സമീപത്തേക്കാണ്. ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞിതു, ചിത്രഭാനുവും ഉദയാദ്രിമൂർധനി വന്നു. തേരതിലേറിയിടിനാൻ ദേവസഞ്ജയ വൈരി, പാരാതെ പാരാവാര പാരമാം തീരം തത്ര. മാരീചാശ്രമം പ്രാപിച്ചിടിനാൻ അതിദ്രുതം ഘോരനാം ദശാനനൻ കാര്യഗൗരവത്തോടും. മൗനവും പൂണ്ടു ജടാവൽക്കലാദിയും ധരിച്ചാനന്ദാത്മകനായ രാമനെ ധ്യാനിച്ചുള്ളിൽ രാമരാമേതി ജപിച്ചുറച്ചു സമാധി പൂണ്ടാമോദത്തോടു മരുവീടിന മാരീചനും. ലൗകികാത്മനാഗൃഹത്തിങ്കലാഗതനായ ലോകോപദ്രവകാരിയായ രാവണൻ തന്നെ കണ്ടു സംഭ്രമത്തോടും ഉദ്ധാനം ചെയ്തു പൂണ്ടുകൊണ്ടു തന്മാറിലണച്ചാനന്ദാശ്രുക്കളോടും. പൂജിച്ചു യഥാവിധി മാനിച്ചു ദശകണ്ഠൻ, യോജിച്ചു ചിത്തമപ്പോൾ ചോദിച്ചു മാരീചനും. എന്തൊരാഗമനം ഇതേകനായി തന്നെ ഒരു ചിന്തയുണ്ടെന്ന പോലെ തോന്നുന്നു ഭാവത്തിങ്കൽ.
ചൊല്ലുക രഹസ്യമല്ലെങ്കിലോ ഞാനും തവ നല്ലതു വരുത്തുവാനുള്ളൂരിൽ മുമ്പോനല്ലോ. എന്താ രാവണ, കണ്ടാൽ തന്നെ മനസ്സിന് വലിയ പ്രയാസമുള്ളത് പോലിരിക്കുന്നു. എന്താണ്, പറഞ്ഞോളൂ. എന്തായാലും എന്നെ കൊണ്ടാവുന്ന ഉപകാരം ഞാൻ ചെയ്യും എന്ന് മാരീചൻ പറയാം. ലോകൈകാധിപനുടെ പുത്രന്മാരായുണ്ടുപോൽ രാമലക്ഷ്മണന്മാരെന്നിരുവർ ഇതുകാലം കോമളഗാത്രിയായോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യേ വന്നു വാഴുന്നിതവർ ബലാൽ എന്നുടെ ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും ഛേദിച്ചിതു കേട്ടുടൻ ഖരാദികൾ ചെന്നിതു 14,000 അവരെയും നിന്നു താനേകനായിട്ടെതിർത്തു രണത്തിങ്കൽ കൊന്നിതു 3.25 നാഴിക കൊണ്ടു രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങു പോന്നിടുവനതിന്നു നീ ഹേമവർണം പൂണ്ടൊരു മാനായി ചെന്നടവിയിൽ കാമിനിയായ സീത തന്നെ മോഹിപ്പിക്കണം. രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരത്താക്കൂ വാമഗാത്രിയെ അപ്പോൾ കൊണ്ടു ഞാൻ പോന്നിടുവൻ. നീ ചെന്ന് ഒരു സ്വർണമാനായി ചെന്ന് പ്രലോഭിപ്പിച്ച് രാമലക്ഷ്മണന്മാരെ അകറ്റണം. അപ്പോൾ ഞാൻ സീതയെ കട്ടുകൊണ്ടു പോരുക തന്നെ ചെയ്യും. ആരുപദേശിച്ചിതു മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നുടെ ശത്രുവല്ലോ. നിന്നുടെ നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ പാർത്തിരിപ്പൂരു ശത്രുവാകുന്നതവൻ. നല്ലതു നിനക്കു ഞാൻ ചൊല്ലുവൻ കേൾക്കുന്നാകിൽ നല്ലതല്ലേതും നിനക്കി തൊഴിലറിക നീ. മാരീചൻ പറയാണ്, രാവണ അത് വേണ്ട. രാമനോട് എതിർത്ത് ജയിക്കാൻ നിനക്ക് കഴിയില്ല. നിനക്ക് ഈ ഉപദേശം തന്നത് ആരാണെങ്കിലും ശരി, അവർ നിന്റെ മിത്രമല്ല, ശത്രുവാണ്. നിന്റെ നാശത്തിന് ഇത് കാരണമായി തീരും എന്ന് മാരീചൻ രാവണനോട് പറയുന്നുണ്ട്. പക്ഷേ ആപത്ത് വന്നെടുക്കുന്ന കാലം ഇങ്ങനെയുള്ള നല്ല വാക്കുകളൊന്നും നമുക്ക് സ്വീകരിക്കാൻ തോന്നുകയില്ലല്ലോ. ഒന്നുകൊണ്ടും ഞാൻ അടങ്ങിയിടുകയില്ല നൂനം, ചെന്നു മൈഥിലി തന്നെ കൊണ്ടുപോരിക വേണം. ഉത്തിഷ്ഠ മഹാഭാഗ പൊന്മാനായി ചമഞ്ഞു ചെന്നെത്രയും അകറ്റുക രാമലക്ഷ്മണന്മാരെ. അന്നേരം തേരിലേറ്റിക്കൊണ്ടിങ്ങു പോന്നിടുവൻ, പിന്നെ നീ യഥാസുഖം വാഴുക മുന്നെ പോലെ. ഒന്നിനി മറുത്തു നീ ഉര ചെയ്യുന്നതാകിൽ എന്നുടെ വാൾക്കൂണാക്കിയിടുന്നതിന്നുണ്ടു തന്നെ എന്നതു കേട്ടു വിചാരിച്ചിതു മാരീചനും. നന്നല്ല, ദുഷ്ടായുധമേറ്റു നിര്യാണം വന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം. പുണ്യസഞ്ചയം കൊണ്ടു മുക്തനായി വരുമല്ലോ. രാമസായകമേറ്റു മരിച്ചാലെന്നു ചിന്തിച്ചാമോദം പൂണ്ടു പുറപ്പെട്ടാലുമെന്നു ചൊന്നാൻ. രാവണന്റെ ഭീഷണിക്ക് വഴങ്ങുകയാണ് മാരീചൻ. ഞാൻ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്നാണ് രാവണൻ പറഞ്ഞത്. മാരീചൻ വിചാരിച്ചു, ഏതായാലും മരിക്കും. അതിദുഷ്ടനായ രാവണന്റെ കൈകൊണ്ടാവണ്ട, രാമന്റെ കൈകൊണ്ട് മരിച്ചാൽ എനിക്ക് മോക്ഷം ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാൻ തൽക്കാലം രാവണനെ അനുസരിക്കുന്നതാണ് ശരി എന്ന് മാരീചൻ തീരുമാനിക്കുകയാണ്. മായാനിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം. പേടിയിൽ ഇതിനേതുമെത്രയും അടുത്തു വന്നിടുന്നു. മെരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ
മടിച്ചീടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലീ വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു, സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ യാതുധാനന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു ധനുർബാണങ്ങൾ എടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലുന്നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഒട്ടു ദൂരത്തായി അതു നേരമെങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം. എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനും അതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വൻമല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു. ലക്ഷ്മണൻ പറഞ്ഞത് എത്ര ശരി. ഇതിപ്പോ മാരീചൻ തന്നെയാണ്, അസുരനാണ് മാനായി വന്ന് പ്രലോഭിപ്പിച്ചിരിക്കുന്നത് എന്ന് രാമൻ തിരിച്ചറിയുകയാണ്. ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം. ഹാഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര, ഹാഹാ മേ വിധിബലം പാഹി മാം ദയാനിധേ. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും, സൗമിത്രേ നീ ചെല്ലുക വൈകിടാതെ. അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടിയിലേ ഭവാൻ. ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ. മടിയാതെ രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. കേട്ടില്ലേ ആ ഒരു കരച്ചില്? രാമൻ എന്തോ അപകടം പറ്റിയിരിക്കുന്നു, ലക്ഷ്മണ ഉടൻ ചെല്ലണം എന്ന് സീത പറയാണ് ലക്ഷ്മണനോട്. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദവും മമ ജ്യേഷ്ഠനുണ്ടാകയില്ല, രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും. ലക്ഷ്മണൻ പറഞ്ഞു, ഇല്ല ജ്യേഷ്ഠത്തി, ഒരിക്കലും രാമനെ ഇതുപോലെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. രാമനിൽ ഇങ്ങനെയൊരു അട്ടഹാസം ഉണ്ടാവില്ല. ഇത് രാക്ഷസന്മാരുടെ പണിയാണ്. പക്ഷെ സീതയത് ഉൾക്കൊള്ളുന്നില്ല. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മനസ്സേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം, രക്ഷോജാതിയിലത്രേ നീയുമുണ്ടായി നൂനം. ഭ്രാതൃനാശത്തിനത്രേ കാംക്ഷയാകുന്നു തവ ചേതസി ദുഷ്ടാത്മാവേ, ഞാനിതോർത്തീലയല്ലോ. രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും. രാമനു നാശം വന്നാൽ ഗൂഢമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാൻ നൂനം. വളരെ കഠിനമായ വാക്കുകളാണ് സീത പ്രയോഗിക്കുന്നത്. ലക്ഷ്മണന്റെ ഹൃദയം തകർന്നു പോവുകയാണ്. നമുക്ക് ദുഃഖം വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ബോധമുണ്ടാവില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എത്ര ക്രൂരമാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അല്പനേരത്തേക്ക് സീതയെയും ദുഃഖം പിടികൂടുകയാണ്. സീതയ്ക്ക് വിവേകം നഷ്ടപ്പെടുകയാണ്. സീതയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മണകുമാരൻ രാമനെ തിരഞ്ഞു പോയ നേരത്താണ് രാവണ രാക്ഷസൻ പർണശാലയിലേക്ക് വരുന്നത്. അന്തരം കണ്ടു ദശകന്ധരൻ മദനബാണാന്ധനായ അവതരിച്ചിടിനാനവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയായുടജാങ്കണേ വന്നു നിന്നിതു ദശാസ്യനും. രാവണൻ പോലും
തൻ്റെ കപടദൗത്യം നിർവഹിക്കാൻ ഉപയോഗിക്കുന്നത് കാഷായ വേഷമാണ്. ശ്രദ്ധിക്കുക, സന്യാസിമാരെ നമ്മൾ അത്രമാത്രം വിശ്വസിക്കുന്നു. ആ കാഷായ വേഷം എന്ന് പറയുന്നത് ഏറ്റവും പരിശുദ്ധമാണെന്ന് നാം ഓരോരുത്തരും കരുതുന്നു. അതിനകത്ത് മറഞ്ഞു നിൽക്കാൻ എളുപ്പമാണ്. ആധുനിക കാലഘട്ടത്തിലും അങ്ങനെ ചില സന്യാസിമാർ സമൂഹത്തെ പറ്റിച്ചു വരുന്നതായി നമ്മൾ കണ്ടറിയാറുണ്ട്. അതൊക്കെ തിരിച്ചറിയാനുള്ള വിവേകം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രം. സീതയ്ക്കും ഈ അബദ്ധം പറ്റുന്നുണ്ടല്ലോ. രാവണനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സീതയ്ക്ക് കഴിയുന്നില്ല. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയായി നത്വാ സംപൂജ്യ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സ്വാഗതവാക്യമുക്ത്വാ പിന്നെയും ചൊന്നാൾ അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചുകൊണ്ടിത്തിരി നേരം ഇരുന്നീടുക തപോനിതേ. ഭർത്താവു വരുമിപ്പോൾ ത്വൽപ്രിയമെല്ലാം ചെയ്യും ക്ഷുത്രിടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുഗ്ധാലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമലവിലോചനെ കമനീയാങ്കി നീ ആരമലേ ചൊല്ലിയിടു നിൻ കമിതാവാരെന്നതും നിഷ്ഠുരജാതികളാം രാക്ഷസാർ ആദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനന ഭൂമി തന്നിൽ നീയൊരു നാരീമണി താനേ വാഴുന്നതെന്തോരായുധപാണികളും ഇല്ലല്ലോ സഹായമായി. രാവണ രാക്ഷസൻ തന്നെ പറയാം, ദുഷ്ടന്മാരായ രാക്ഷസന്മാരുള്ള ഈ കാട്ടിൽ നീ എങ്ങനെയാണ് ഒറ്റക്ക് വന്ന് കഴിയുന്നത് എന്ന് ചോദിക്കുകയാണ്. മേദിനീ പതിവരൻ അയോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപജ്യേഷ്ഠനന്ദനായ രാമൻ അദ്ഭുത വീരൻ തന്നെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നു നാമം ഞങ്ങൾ മൂവരും പിതുരാജ്ഞയാ തപസ്സിനായിങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ 14 കഴിവോളവും വേണം താനുമതിനു പാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിഷ്കളങ്കയായ സീത ഉള്ള കാര്യങ്ങളെല്ലാം അതേപടി രാവണനോട് പറയാം. പൗലസ്ത്യതനയനാം രാക്ഷസരാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിൻമൂലം അതിന്നു നീ പോരേണം മയാസാകം. അഹങ്കാരിയായ രാവണൻ പറയാ, 3 ലോകത്തിലും എന്നെ അറിയാത്തതായ ആരുമില്ല. അയോധ്യയിലെ രാജ്ഞിയായ നീ എന്നോടൊപ്പം ഇങ്ങ് പോന്നാലും എന്ന് പറയാണ് രാവണ രാക്ഷസൻ. താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട. ശരണാഗതനായോരെന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. ഭോഗങ്ങൾ എന്ന് പറയുന്നത് രാക്ഷസന്മാരെയാണ് പ്രലോഭിപ്പിക്കുന്നത്. താപസിയായ സീതയ്ക്ക് ഭോഗങ്ങളോട് എന്ത് താല്പര്യം? സീതയെ തൻ്റെ അരമനയിലേക്ക് ക്ഷണിക്കുകയാണ് രാവണ രാക്ഷസൻ. പക്ഷേ സീത പുച്ഛത്തോടുകൂടിയാണ് മറുപടി പറയുന്നത്. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിന് കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങീടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം. ദശാനനം 20 മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും രാഘവപത്നിയെയും
തേരതിലെടുത്തു വെച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ഒട്ടും വൈകാതെ സീതയെ തൻ്റെ തേരിലെടുത്തു വെച്ച് രാവണൻ ലങ്കയെ ലക്ഷ്യമാക്കി പറക്കുകയാണ്. ഹാഹാ രാഘവാ രാമ സൗമിത്രേ കാരുണ്യാബ്ദേ ഹാഹാ മൽപ്രാണേശ്വര പാഹിമാം ഭയാതുരാം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ട തിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ടെവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃധ്രരാജനുമൊരു പത്രവാനായുള്ളൊരു ക്രുദ്ധരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ധിയും പത്രാനിലക്ഷുബ്ധമായി ചമയുന്നിതദ്രികളിളകുന്നു വിദ്രുതമതുനേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു തീക്ഷ്ണ തുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു കാൽക്ഷണം കൊണ്ടുകൊന്നു വീഴ്ത്തിനാൻ അശ്വങ്ങളെ. ധാത്രീപുത്രിയെ തത്ര ധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകനുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ഇക്ഷിതി തന്നിൽ വീണാൻ അക്ഷമനായിട്ടവൻ. രക്ഷോനായകൻ പിന്നെ ലക്ഷ്മീദേവിയെയും കൊണ്ടക്ഷതചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേലിറേറിത്തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനിൽ ഉറ്റവരായിട്ടെന്നോർത്തിറ്റിറ്റു വീണീടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകീദേവിതാനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായികെന്നു പൃഥ്വീപുത്രിയും വരം പത്രിരാജനു നൽകി പൃഥ്വീമണ്ഡലമകന്നാശു മേൽപോട്ടുപോയാൾ. അയ്യോ രാഘവ ജഗന്നായകാദയാനിധി, നീ എന്നെ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ. രക്ഷോനായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു, രക്ഷിതാവായിട്ടാരും ഇല്ലെനിക്കയ്യോ പാപം. ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ, രക്ഷിച്ചു കൊള്ളേണമേ ദേവരാ ദയാനിധേ. അല്പം കഴിഞ്ഞപ്പോഴാണ് സീതയ്ക്ക് യാഥാർത്ഥ്യം ബോധ്യമായത്. ലക്ഷ്മണൻ പറഞ്ഞതായിരുന്നു സത്യം. ഞാൻ ദുഃഖത്തിന് അടിമപ്പെട്ടപ്പോൾ എൻ്റെ വിവേകം നഷ്ടപ്പെട്ടു പോയതാണ് കാരണമെന്ന് സീത തിരിച്ചറിയുന്നുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇങ്ങനെയാണ്, അവസരം കൈവിട്ട് കുറെ കഴിയുമ്പോഴാണ് യാഥാർത്ഥ്യം തിരിച്ചറിയുക. അപ്പോഴേക്കും ഏറെ വൈകിയിട്ടുണ്ടാവും. ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.